السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, അൽ ഹാഫിള് നവവി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള അൽ അർബഊന നവവിയ്യ എന്ന പ്രസിദ്ധ ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചു വരുന്നത്. 21 ഹദീസുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് 22ാമത്തെ ഹദീസാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. عن أبي عبد الله جابر بن عبد الله الأنصاري رضي الله عنهما أن رجلا سأل رسول الله صلى الله عليه وسلم فقال: أرأيت إذا صليت المكتوبات وصمت رمضان وأحللت الحلال وحرمت الحرام ولم أزد على ذلك شيئا أدخل الجنة؟ قال: نعم. رواه مسلم في الصحيح. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണിത്. ഈ ഹദീസിൽ അദ്ദേഹം പറയുന്നു, അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. ആ മനുഷ്യൻ ആരാണ് എന്നുള്ളത് ഇമാം മുസ്ലിമിൻ്റെ തന്നെ വ്യത്യസ്ത റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അത് അൻ-നുഅ്മാൻ ഇബ്നു ഖൗഖൽ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. അദ്ദേഹം മുടന്തനായ, കാലിന് വയ്യാത്ത ഒരു സ്വഹാബിയാണ്. അങ്ങനെ അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മുടന്തും കൊണ്ട് എനിക്ക് ഈ ദിവസത്തിൽ യുദ്ധം ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അവസാനം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി എന്നും പിന്നീട് ചില സാലിഹീങ്ങൾ അദ്ദേഹം ആ മുടന്തും കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിയതായി സ്വപ്നം കണ്ടു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന മഹാനായൊരു സ്വഹാബിയാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് അന്ന റജുലൻ, ആ വ്യക്തിയാണ് ഈ ചോദിക്കുന്നത്. സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഈ സ്വഹാബി മറ്റു സ്വഹാബികളെ പോലെ തന്നെ അവർക്ക് ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഞാൻ ഇന്നാലെന്നത് ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എനിക്ക് പോകാൻ ഏറ്റവും എളുപ്പമുണ്ടാക്കുന്ന വഴികൾ ഏതാണ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നരകത്തിൽ പെടാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിക്കുക. ഇതൊക്കെ സ്വഹാബികളിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മറ്റൊരിക്കൽ ഒരു സ്വഹാബി ചോദിച്ചത് നമുക്ക് കാണാം, അഖ്ബിർനി അമ്മാ യുഖർരിബുനി മിനൽ ജന്ന വയുബ്ഇദ്നി അനിന്നാർ. നബി, എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യം താങ്കൾ എന്നെ അറിയിക്കണം, നരകത്തിൽ നിന്നും എന്നെ അകറ്റുന്ന കാര്യം താങ്കൾ എനിക്ക് അറിയിച്ചു തരണം എന്ന് സഹാബി ചോദിക്കുകയാണ്. ഫസഖത്ത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ നദറ ഇലാ അസ്ഹാബി വഖാൽ ലഖദ് ഹുദിയ ഔ ലഖദ് ഉഫിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് സ്വഹാബികളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ വ്യക്തി ഹിദായത്ത് കിട്ടിയവനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഥവാ അദ്ദേഹം എന്ത് ചെയ്യാണ്? സ്വർഗത്തിലേക്ക് അടുക്കേണ്ട കാര്യം ചോദിക്കുകയാണ്, നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെയും ഈ സ്വഹാബി സഹോദരങ്ങളെ ചോദിക്കുന്നത് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണിത് ആമുഖമായി പറഞ്ഞത്. നോക്കൂ, എന്താണ് ഈ സ്വഹാബി ചോദിച്ചത്? അറഅയ്ത ഇദാ സല്ലൈതുൽ മക്തൂബാത്ത്, അറഅയ്ത, താങ്കളുടെ അഭിപ്രായം എന്താണ്? രണ്ടർത്ഥം അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അറഅയ്ത ഒന്ന് പൊതുവെയുള്ള അർത്ഥം, താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യമാണ്. അതല്ലെങ്കിൽ അഖ്ബിർനി വഅലിംനി, എനിക്ക് അറിയിച്ചു തരണം, പഠിപ്പിച്ചു തരണം. ഈ രണ്ട് രൂപത്തിലും അതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയിച്ചു തരണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറിയിക്കുക. ഇനി അഭിപ്രായം പറയണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായങ്ങൾ മറ്റു മനുഷ്യരുടെ പോലെ അഭിപ്രായങ്ങളല്ല. അവിടുന്ന് പറയുന്ന അഭിപ്രായങ്ങൾ രണ്ടാലൊരു രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അറിയിച്ചു കൊടുത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് സംസാരിക്കുന്നതായിരിക്കും. രണ്ട്, അവിടുന്ന് ചില കാര്യങ്ങൾ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ദീനിന്റെ നസ്സുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് അഭിപ്രായം പറയും.
പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ശരിയാണെങ്കിൽ അത് ശരിവെക്കും. അവിടുന്ന് പറഞ്ഞ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തുകയും ചെയ്യും. എന്ത് തന്നെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ അത് പിന്നീട് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഹദീസുകളിലുള്ളതെല്ലാം വഹീയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. വമാ യൻതിഖു അവിടുന്ന് ഉച്ചരിക്കുകയില്ല, അനിൽ ഹവ സ്വന്തം ദേഹേച്ഛയുടെ താല്പര്യപ്രകാരം ഒന്നും, ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ തീർച്ചയായും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടുന്ന് സംസാരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ അഭിപ്രായം തികച്ചും വഹീന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടി ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. എന്താണ് അദ്ദേഹം ചോദിച്ചത്? ഇദാ സല്ലൈതുൽ മക്തൂബാത്ത്, ഞാൻ മക്തൂബാത്ത് എല്ലാം നിസ്കരിക്കാം. എന്താണ് അൽ മക്തൂബാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐ അൽ മഫ്റൂളാത്ത്, ഞാൻ ഫർള് നിസ്കാരങ്ങളെല്ലാം ഞാൻ നിസ്കരിക്കാം. ഇദാ സല്ലൈതുൽ മക്തൂബാത്ത്, നബിയെ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഫർള് നിസ്കാരമെല്ലാം നിസ്കരിക്കാം. ഏതൊക്കെയാണ് ഫർള് നിസ്കാരം? ഒരു ദിവസമുള്ള 5 നേരത്തെ ഫർള് നിസ്കാരം, ആഴ്ചയിലുള്ള ജുമുഅ, ഇത് മാത്രമാണ് ഒരാൾക്ക് ഫർളായിട്ടുള്ള നിസ്കാരമുള്ളൂ. ആ ഫർള് നിസ്കാരങ്ങളെല്ലാം ഞാൻ നിസ്കരിക്കാം എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ആ നിസ്കരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട്, വുളൂമൊക്കെ കൃത്യമായി എടുത്തുകൊണ്ട്, അതിന്റെ അർക്കാനുകളും വാജിബാത്തുകളൊക്കെ പാലിച്ചുകൊണ്ട്, ആണാണെങ്കിൽ മസ്ജിദിലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. സല്ലൈതുൽ മക്തൂബാത്ത്, ഞാൻ 5 നേരത്തെ നിസ്കാരങ്ങൾ നിസ്കരിക്കുകയും, അഥവാ അതിന്റെ പുറമെ ഞാൻ എന്ത് ചെയ്തില്ല, സുന്നത്ത് നിസ്കാരങ്ങളോ രാത്രി നിസ്കാരമോ ദുഹാ നിസ്കാരമോ ഒന്നും ഞാൻ നിർവഹിക്കുന്നില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നത് വസുംതു റമദാൻ, ഞാൻ അതോടൊപ്പം റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ റമദാൻ മാസത്തിന് പുറമെ മറ്റൊരു നോമ്പും ഞാൻ അനുഷ്ഠിക്കുകയില്ല. വർഷത്തിൽ റമദാൻ മാസത്തിലുള്ള 20-ഓ 30-ഓ നോമ്പ് 29-ഓ 30-ഓ നോമ്പ് മാത്രം, ഇത് മാത്രമേ ഞാൻ അനുഷ്ഠിക്കുകയുള്ളൂ. ഇതല്ലാത്ത നോമ്പുകളൊന്നും നബിയെ ഞാൻ എടുക്കുകയില്ല. 5 നേരത്തെ നിർബന്ധ നിസ്കാരം നിർവഹിക്കും എല്ലാ ദിവസവും. വർഷത്തിൽ 1 മാസം റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യും. അതോടൊപ്പം വഅഹ്ലൽതുൽ ഹലാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ കാര്യങ്ങൾ അത് ഹലാലാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിലൊന്നും ഞാൻ നിഷിദ്ധമാണെന്ന് പറയുകയോ ഞാനത് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുകയില്ല. എനിക്ക് ആവശ്യമുള്ളത് ഞാനത് പ്രവർത്തിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹലാലാണെന്ന് ഞാൻ വിശ്വസിക്കും. അതൊന്നും ഞാൻ ഹറാമാക്കുകയില്ല. ഞാൻ എൻ്റെ തശദ്ദുദ്, അതിര് കവിച്ചുകൾ കൊണ്ട് അള്ളാഹു ഹലാലാക്കിയത് ഞാൻ ഹറാമാണെന്ന് വിശ്വസിക്കുകയോ ഞാൻ അത് ഹറാമാണെന്ന് പറയുകയോ ചെയ്യുകയില്ല. എനിക്ക് ആവശ്യമുള്ള ഹലാൽ ഞാൻ പ്രവർത്തിക്കും. കാരണം എല്ലാ ഹലാലും ഒരാൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഹലാൽ ഒരുപാടുണ്ട്. ആവശ്യമുള്ളത് ഞാനത് പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹറംതുൽ ഹറാം, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയത് ഞാൻ നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുകയും നിഷിദ്ധമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ഉപേക്ഷിക്കുകയും ചെയ്യും. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു വഹറംതുൽ ഹറാം എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണെന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കണം. 2, അത് ഉപേക്ഷിക്കുകയും വേണം. എന്നാൽ ഇവിടെ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് അത് ഹറാമാണെന്ന് അറിയുകയുണ്ടാവുകയില്ല. ഹറാമാണെന്ന് അറിയില്ല, ശരീഅത്തിൽ അത് ഹറാമാണെന്ന് അറിയില്ല, എന്നാൽ അയാൾ അത് ചെയ്യുകയില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് അറിയില്ല ശരീഅത്തിൽ മറ്റൊരാളുടെ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളത് ശരീഅത്തിൽ ഉണ്ട് എന്ന് ഒരാൾക്ക് അറിയില്ല. പക്ഷെ ഒരാൾ അത് ചെയ്യുന്നില്ല. എന്തിനാണ് ഞാൻ മറ്റുള്ള ഒരാളെ കുറ്റം പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് അയാൾ ചെയ്യുന്നില്ല. ഒരാളുടെ മേൽ കളവ് ആരോപിക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. ഇത് മാന്യതക്ക് നിരക്കുന്നതല്ല എന്ന് അയാൾക്ക് അറിയാം. ശരീഅത്തിലുണ്ടോ ഇല്ലെന്ന് അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹറാമാണെന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. കാരണം ശരീഅത്തിലുണ്ടോ ഇല്ലെന്ന് അയാൾക്ക് അറിയില്ല. പക്ഷെ അയാൾ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതിൽ കുറ്റമൊന്നുമില്ല, കാരണം അയാൾക്ക് അറിയില്ല. എന്നാൽ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞു ശരീഅത്തിൽ ഒരു കാര്യം നിഷിദ്ധമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ 2 ബാധ്യതയുണ്ട്. അത് ഹറാമാണെന്ന് വിശ്വസിക്കണം, നീ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, അത് ഉപേക്ഷിക്കുകയും വേണം. ഈ 2 ബാധ്യതകളും ഉണ്ട്. പണ്ഡിതന്മാർ പറയാം, സിന, വ്യഭിചാരം അത് ഹറാമാണ് എന്ന് ശരീഅത്തിലുണ്ട്, നിനക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് ഹറാമാണെന്ന് നീ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കണം. അത് ഏതെങ്കിലും ഘട്ടത്തിൽ, ഏതെങ്കിലും കാലത്ത്, ഏതെങ്കിലും നാട്ടിൽ ഹലാലാണെന്ന് നിനക്ക് വിശ്വസിക്കൽ അനുവദനീയമല്ല. അതോടൊപ്പം അത് ഉപേക്ഷിക്കുകയും വേണം. ഈ 2 കാര്യങ്ങളും ചെയ്താൽ മാത്രമേ വഹറംതുൽ ഹറാം എന്ന് പറയുന്ന ആ കാര്യം
നമ്മൾ ചെയ്തതായി വരികയുള്ളൂ. രണ്ടും വേണം. ഒരാൾ ഇനി ഹറാമായി ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, പക്ഷെ അയാൾ വിശ്വസിക്കുകയാണ് അത് കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ, ഞാൻ ചെയ്യുന്നില്ല, അത് നിഷിദ്ധമാണെന്ന് അവന് വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അവൻ്റെ ആ തെറ്റായ വിശ്വാസം കൊണ്ട് അവൻ കുറ്റക്കാരനാണ്. അവൻ ഇനി ജീവിതത്തിൽ മരിക്കുന്നത് വരെ വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ പോലും അത് ഹലാലാണ്, അത് കുഴപ്പമില്ല എന്നൊരാൾ വിചാരിക്കുകയാണ് എങ്കിൽ അതിലൊന്നും തെറ്റില്ല, അല്ലെ? അന്യപുരുഷന്മാരായ ആണും പെണ്ണും ഒക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ വിവാഹത്തിന് മുമ്പൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം, അതൊന്നും തെറ്റില്ല എന്നൊരാൾ വിചാരിക്കുകയാണ്. ഇയാൾ ചെയ്യുന്നൊന്നുമില്ല, ഇയാൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാം, കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അയാൾ വ്യഭിചാരത്തെ നിഷിദ്ധമായി കണ്ടിട്ടില്ല. കാരണം വ്യഭിചാരത്തെ നിഷിദ്ധമായി കാണണമെങ്കിൽ, അത് ഹറാമാണെന്ന് കാണണമെങ്കിൽ ഹറാമാണെന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും വേണം, അത് ചെയ്യാതിരിക്കുകയും വേണം. രണ്ടും വേണം. അല്ലാതെ അവനവൻ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് കാര്യമില്ല, അത് ഹറാമാണെന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കണം. എല്ലാ നിഷിദ്ധങ്ങളും അങ്ങനെ തന്നെയാണ്. അതാണ് വഹറംതുൽ ഹറാം എന്ന് പറഞ്ഞതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അറഅയ്ത ഇദാ സല്ലൈതുൽ മക്തൂബാത്ത്, താങ്കളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ താങ്കൾ എനിക്ക് അറിയിച്ചു തരണം. ഞാൻ നിർബന്ധമായ നിസ്കാരങ്ങൾ നിസ്കരിക്കും. വസുംതു റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കും. വഅഹ്ലൽതുൽ ഹലാൽ, അള്ളാഹു ഹലാലാക്കിയ കാര്യം അത് ഹലാലാണെന്ന് വിശ്വസിക്കുകയും അത് ഹലാലാണെന്ന് ഞാൻ പറയുകയും അതുപോലെ എനിക്ക് ആവശ്യമുള്ള ഹലാൽ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. ഹലാൽ ഒരിക്കലും ഞാൻ പരിധി വിട്ടുകൊണ്ട് ചെയ്യാതിരിക്കുകയില്ല, ഹലാൽ ചെയ്യാതെ ഇരിക്കുകയില്ല, അത് ഹറാമാണെന്ന് പറയുകയുമില്ല. അതുപോലെ തന്നെ വഹറംതുൽ ഹറാം, ഞാൻ ഹറാമുകളെ അത് ഹറാമാണെന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്താൽ അദ്ഖുലുൽ ജന്ന, ഇതാണ് ഈ സ്വഹാബിയുടെ ചോദ്യം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു നഅം, അഥവാ അതെ, നീ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ എന്ന് പറഞ്ഞാൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞ ഈ വാചകത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ഫായിദ ഉണ്ട്. ഒന്ന്, ഒരു മുഅ്മിൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നത് അവൻ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവൻ കർമ്മങ്ങൾ ചെയ്യാൻ അതിൻ്റെ ഒരു കാരണം സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ നരകത്തെ പേടിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. ഒപ്പം അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഹുബ്ബ് കൊണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു മുഅ്മിന്റെ ഖൽബ് ഈ മൂന്ന് കാര്യങ്ങളും കൊണ്ട് നിറയും. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഇതുകൊണ്ട് അവന് സ്വർഗത്തിൽ പ്രവേശിക്കണം, സ്വർഗം കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് സൽക്രമം ചെയ്യുന്നത്. അവൻ അത് ചെയ്യാതിരുന്നാൽ, അതൊരു വാജിബായ കാര്യമാണെങ്കിൽ അത് ചെയ്യാതിരുന്നാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. അപ്പൊ നരകത്തെ പേടിച്ചുകൊണ്ടാണ്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നിസ്കാരം ഒരു മുഅ്മിനിന്റെ കാഴ്ചപ്പാടിൽ ഈ മൂന്ന് കാര്യം വേണം. ഒന്ന്, ആ നിസ്കാരം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കും. നിസ്കാരക്കാർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട്. ആ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കാത്തവർക്ക് ശാശ്വത നരകമാണ്. കാരണം നിസ്കരിക്കാത്തവർ മുസ്ലിമീങ്ങളല്ല. അതുകൊണ്ട് നരകത്തെ പേടിച്ചുകൊണ്ടും ഞാൻ നിസ്കരിക്കും. ഒപ്പം ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് എനിക്ക് സുജൂദ് ചെയ്യാൻ, ശുക്ർ ചെയ്യാൻ സാധിക്കുന്നു നിസ്കാരത്തിലൂടെ. അള്ളാഹുവിനെ പുകഴ്ത്താനും വാഴ്ത്താനും അള്ളാഹുവിനോട് തേടാനും ഒക്കെയുള്ള അവസരമാണ് നിസ്കാരത്തിൽ. അങ്ങേയറ്റത്തെ ഹുബ്ബോടുകൂടി ചെയ്യാൻ. ഈ മൂന്ന് കാര്യങ്ങളും ഒരു മുഅ്മിന്റെ ഇബാദത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ, ഈ ഭാഗത്തു നിന്നുള്ള ഫായിദ, ഇദ്ദേഹം ചില സൽക്കർമ്മങ്ങൾ പറഞ്ഞിട്ട് അത് മുഖേന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ എന്നാണ് പറയുന്നത്. അഥവാ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ്. എന്തിനാണ് ഈ പറഞ്ഞത്? കാരണം സൂഫികളായ ചില ആളുകളുണ്ട്, പരിധി വിട്ടുകൊണ്ട് അവർ പറയും, സ്വർഗത്തിന് വേണ്ടി ഒരാൾ പണിയെടുക്കുകയാണ് എങ്കിൽ അവൻ ദുനിയാവിലെ കച്ചവടം പോലെയാണ് കാണുന്നത്, അങ്ങനെയൊന്നും പണിയെടുക്കാൻ പാടില്ല, അത് ഷിർക്കാണെന്നാണ് അവർ വിശ്വാസം. അവരെല്ലാ ഷിർക്കും ചെയ്യും, അള്ളാഹു അല്ലാത്ത ആളുകളുടെ മുന്നിലൊക്കെ സുജൂദ് ചെയ്യും. പക്ഷെ അവരുടെ അടുത്ത് ഷിർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വർഗത്തിന് വേണ്ടി നീ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. നിനക്ക് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് മാത്രമേ മനസ്സിൽ പാടുള്ളൂ, അള്ളാഹുവിനെ കിട്ടണം. അല്ലെ, അവരെ വാക്കൊക്കെ അങ്ങനെ ആയിരിക്കും, ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടാൽ മനസ്സിലാക്കിയാൽ അത് ശരിയായ സൂഫികളാണ്. അള്ളാഹുവിനെ കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെ പറയാം. അല്ലാതെ നരകത്തെ പേടിക്കലും സ്വർഗത്തെ ആഗ്രഹിക്കലൊന്നുമില്ല, അള്ളാഹുവിനെ കിട്ടണം എന്നൊക്കെയുള്ള വാക്കായിരിക്കും പറയാം. അത് പക്കാ സൂഫികളായ ആളുകളാണ്. അത് സഹോദരങ്ങളെ ശരിയല്ല, അത് ഒരിക്കലും ശരിയല്ല. മറിച്ചൊരു മുഅ്മിൻ, ഒരു വിശ്വാസി സ്വർഗം കിട്ടണം. അതുകൊണ്ടല്ല അള്ളാഹു താല സ്വർഗത്തിന്റെ ഇത്തരത്തിലുള്ള സ്വർഗത്തിന്റെ മനോഹരമായ വർണ്ണനകൾ എന്തിനാണ് തന്നത്? നമുക്ക് ആഗ്രഹം ഉണ്ടാകാനും ആ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി പണിയെടുക്കാനാണ്.
നരകത്തിന്റെ ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതെന്തിനാണ്? ആ നരകത്തെ പേടിച്ച് നരകത്തിൽ പെട്ടുപോകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനാണ്. ഒപ്പം അള്ളാഹുവിനോടുള്ള സ്നേഹവും. ഈ 3 കാര്യവും സഹോദരങ്ങൾ നമുക്ക് വേണം. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് കൂടിപ്പോയാൽ തന്നെ ഒരാൾ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള റജാ അങ്ങേയറ്റം കൂടി, പ്രതീക്ഷ അങ്ങേയറ്റം കൂടിയിട്ട് എന്തും അള്ളാഹു താല പുറത്തു വരും, എനിക്ക് തൗഹീദ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അമലുണ്ട്, സംസ്കരിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷ കൂടി, ഒരു പേടിയില്ല, ഒരുപാട് മാസ്യത്തുകൾ സംഭവിക്കും. ഒരാൾക്ക് ഇപ്പുറത്ത് അങ്ങേയറ്റത്തെ ഹൗഫ് കൂടി, ഭയം അങ്ങേയറ്റം കൂടി, അവൻ അങ്ങേയറ്റം ഭയന്നുകൊണ്ടെന്തെയും ഖവാരിജുകളെ പോലെ തിന്മകൾ ചെയ്താൽ തന്നെ അള്ളാഹു താല പുറത്തു തരികയില്ല, ശാശ്വതമായ നരകത്തിലേക്ക് എത്തും എന്ന രൂപത്തിലുള്ള വിശ്വാസത്തിലേക്ക് വീണുപോകും. ഇനി വേറൊരു വിഭാഗം മഹബത്ത്, അത് അങ്ങേയറ്റം കൂടി, അതിൽപ്പെട്ടതാണ് ഈ സൂഫികൾ. മഹബത്ത് കൂടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള സ്നേഹം കൂടിയ തെറ്റായ കാര്യമല്ല. പക്ഷേ അത് അഹ്ലുസുന്ന പഠിപ്പിക്കാത്ത രൂപത്തിൽ ഒരു ഹുബിനെ അവർ വിശദീകരിക്കുകയും എല്ലാം ഹുബിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് സ്വർഗമോ നരകമോ ഇതൊന്നും അവർക്ക് വിഷയമല്ല എന്ന് സഹോദരങ്ങളെ അവർ പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരെല്ലാം ഇത് 3ഉം ഒരുപോലെ പാലിക്കുന്നവരാണ്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ, സ്വർഗത്തിന് വേണ്ടി നമുക്ക് പണിയെടുക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഫായിദ സമാനമായ മറ്റൊരു കാര്യമാണ്. സാലിഹായ അമലുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സബബാണ്, കാരണങ്ങളാണ്. സൽക്കർമ്മങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളാണ്. പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗം എന്താകുന്നില്ല, അയാൾക്ക് അതിന് അവകാശിയാവാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ സൽക്കർമ്മങ്ങൾ തൂക്കിയിട്ടൊന്നും നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അമലൊന്നും നമ്മുടെ അടുത്തില്ല. പക്ഷേ ആ സൽക്കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. ആരാണ് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അവൻ അള്ളാഹുവിന്റെ ഔദാര്യം കൂടി കൂട്ടിയിട്ട് അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും. ആരുടെ സൽക്കർമ്മങ്ങളാണ് കുറഞ്ഞു പോകുന്നത്, അവന് പോകാൻ സാധിക്കുകയില്ല. അപ്പൊ കർമ്മങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സബബുകളാണ്. പക്ഷെ കർമ്മങ്ങൾ കൊണ്ടൊരാൾക്കും സ്വർഗത്തിൽ എത്താൻ സാധിക്കുകയില്ല, നമ്മൾ എത്ര കർമ്മങ്ങൾ ചെയ്താൽ. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളും അങ്ങനെയാണോ? താങ്കളുടെ അമൽ കൊണ്ടും താങ്കൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല? ഇല്ല, എനിക്കും സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടല്ലാതെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. പക്ഷേ സൽക്കർമ്മങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണ്. അത് ഉപേക്ഷിച്ച് അവന് സ്വർഗത്തിൽ എത്താൻ സാധിക്കുകയില്ല. സൽക്കർമ്മങ്ങൾ ചെയ്തവനെ സ്വർഗത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സ്വർഗം കിട്ടുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് മാത്രമല്ല, കാരണം നമ്മുടെ അമലിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ തന്നെ തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ചെയ്യുന്ന സുജൂദിനേക്കാൾ, അതിനാണ് ഒരു ഹദീസിൽ ഒരു മനുഷ്യൻ ഒരു പാറപ്പുറത്ത് അവൻ ദുനിയാവ് നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ സുജൂദിൽ വീണാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു നിമിഷം നൽകിയ അനുഗ്രഹത്തിന് അതൊന്നും പകരമാവുകയില്ല. പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്താലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കുകയുള്ളൂ. സ്വർഗത്തിലേക്ക് അവകാശം അള്ളാഹു നൽകണമെങ്കിൽ, അള്ളാഹുവിന്റെ ഔദാര്യം അതിൽ നൽകണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്തേ മതിയാകുകയുള്ളൂ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നെ ഈ ഹദീസിലുള്ള 2 ഇഷ്കാലുകൾ. ഒന്ന്, ഈ ഹദീസിൽ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അയാൾ മുവഹിദുമാണ്, സുഹാബിയാണ്, മുവഹിദാണ്, സംശയമില്ല. അപ്പൊ അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ട 5 കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ 5-ൽ 2 കാര്യങ്ങൾ ഇതിൽ വന്നിട്ടില്ല. സക്കാത്തും വന്നിട്ടില്ല, ഹജ്ജും വന്നിട്ടില്ല. എന്നിട്ടും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഥവാ ഈ വ്യക്തി എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഈ ഹദീസ് പ്രകാരം, അതിന്റെ ബാഹ്യമായ അർത്ഥപ്രകാരം, ഞാൻ എല്ലാ നേരത്തും നിസ്കാരം നിർവഹിക്കും, ഫർദ്, ഞാൻ റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കും, പിന്നെ ഹലാലുകളെ ഹലാലായി മനസ്സിലാക്കി പ്രവർത്തിക്കും, ഹറാമുകളെ നിഷിദ്ധമാക്കി കണ്ട് ഞാൻ ഉപേക്ഷിക്കും. ബാക്കിയുള്ള വാജിബുകളായ ഏറ്റവും അർക്കാനുകളിൽപ്പെട്ട സക്കാത്തോ ഹജ്ജോ ഇതിൽ പരാമർശിക്കുന്നില്ല. എന്താണ് അതിനുള്ള മറുപടി? പണ്ഡിതന്മാർ പറഞ്ഞു, ഹജ്ജിന്റെ വിഷയമാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ, അഥവാ ഹിജറ 9-ാം വർഷം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹജ്ജ് നിർബന്ധമാക്കുന്നുള്ളൂ. ഹിജറ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ 9-ാമത്തെ വർഷം, ആമുൽ വുഫൂദ്, ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വർഷം, ആ വർഷം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹജ്ജ് നിർബന്ധമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഹാബിയുടെ ചോദ്യം വളരെ മുമ്പായിരിക്കും. അപ്പോൾ അന്ന് ഹജ്ജ് എന്ന് പറയുന്ന കാര്യമില്ല, അതുകൊണ്ട് ഹജ്ജിനെ കുറിച്ചിട്ട് അവിടെ പറയേണ്ട ആവശ്യമില്ല. ഇനി 2, വേറൊരു നിലക്ക് അവർ മറുപടി പറഞ്ഞത്, ഇനി ഈ ആമുൽ വഫ്ദിന് ശേഷം, ആമുൽ വുഫൂദിന് ശേഷമാണ് ഈ സഹാബി ഇത് ചോദിക്കുന്നത് എങ്കിൽ പോലും ഈ സഹാബി എന്ത് പറഞ്ഞിട്ടുണ്ട്, വഹറംതുൽ ഹറാം, ഞാൻ ഹറാമുകളെല്ലാം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഹജ്ജ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഹറാമാണ് അല്ലെ? ഹജ്ജ് ഉപേക്ഷിക്കുക, കഴിവുള്ള ആളുകൾ ഹജ്ജ് ഉപേക്ഷിക്കൽ ഹറാമാണ്. അപ്പൊ അയാൾ ഹറാമത്തുൽ ഹറാം, ഞാൻ ഹറാമുകളെല്ലാം ഉപേക്ഷിക്കും എന്ന് പറയുമ്പോൾ ഹജ്ജ് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന കാര്യം ഞാൻ ഉപേക്ഷിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഹജ്ജ് അവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തത് സക്കാത്തിന്റെ വിഷയം എന്താണ്? സക്കാത്ത് എന്തുകൊണ്ട് അവിടെ പറഞ്ഞിട്ടില്ല? പണ്ഡിതന്മാർ അതിനും രണ്ടു മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എല്ലാ വ്യക്തികൾക്കും നിർബന്ധമുള്ള കാര്യമല്ല സക്കാത്ത്. ഒരു സാധുവായ വ്യക്തിയാണ് ഈ വിഷയം ഇന്ന് പറയുന്നതെങ്കിൽ പോലും അത് ശരിയാണ്. അയാൾ പറയുന്നത് നിസ്കരിക്കും, നോമ്പെടുക്കും, അയാൾക്ക് സക്കാത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അയാൾക്ക് സാമ്പത്തികമായ കഴിവില്ല. കാരണം ഭൂലോകത്തുള്ള എല്ലാവർക്കും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. സക്കാത്തിന് കൊടുക്കണമെങ്കിൽ അതിനൊരു നിസാബ് എത്തണം. ആ നിസാബ് ഉടമപ്പെടുത്തിയാൽ മാത്രം പോരാ, അതൊരു വർഷക്കാലം, ഒരു ചന്ദ്രവർഷക്കാലം അയാളുടെ കയ്യിൽ നിസാബ് കുറയാതെ ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെന്ത് ചെയ്യാൻ പറയുന്നുള്ളൂ, സക്കാത്ത് കൊടുക്കാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന വ്യക്തിയുടെ ഹാലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ വ്യക്തി അറിയുന്ന ആളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുടന്തനായ സ്വഹാബിയാണ് ഇദ്ദേഹം, വളരെ പാവപ്പെട്ടവനായ ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ സക്കാത്തിന്റെ കാര്യം പറയാത്തത് പരിഗണിച്ചിട്ടില്ല. സക്കാത്ത് അവിടെ ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ നിലക്ക് അദ്ദേഹം സക്കാത്ത് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് എന്ന് വന്നാൽ തന്നെയും അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഹറംതുൽ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ സക്കാത്ത് കൊടുക്കാതെ പണം ശേഖരിച്ചു വെക്കുക എന്നുള്ളത് നിഷിദ്ധമല്ലേ? അതെ. അപ്പോൾ ഹറംതുൽ ഹറാം എന്ന് പറയുമ്പോൾ അതിലും അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അഥവാ അങ്ങനെ ഞാൻ പിടിച്ചു വെക്കുകയില്ല. അപ്പൊ അതിലെല്ലാ വാജിബുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഹദീസിൽ ബാക്കിയുള്ള വാജിബുകളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ. മാതാപിതാക്കളുടെ കടമയെ കുറിച്ച് പറയുന്നില്ല. അതൊക്കെ നിർബന്ധമല്ലേ? ഒരാൾക്ക് നിസ്കാരം അതുപോലെ നോമ്പ് മാത്രം മതിയോ? പോരാ, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബാധ്യതകളുണ്ട്. ഒരുപാട് ബാധ്യതകൾ ദീനുൽ ഇസ്ലാമിൽ വാജിബാത്തുകളുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ട് അതെല്ലാം ഇവിടെ പരാമർശിച്ചിട്ടില്ല? എന്നിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞു ഹറംതുൽ ഹറാം എന്ന് പറയുന്ന വാക്കിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം വാജിബുകൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. ഏതൊരു വാജിബും ഒരാൾ, ഉമ്മയോടുള്ള ബാധ്യത പാലിക്കാതിരിക്കുക, ഉപ്പയുള്ള ബാധ്യത ഒരാൾ പാലിക്കാതിരിക്കുക നിഷിദ്ധമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്. ഇയാൾ എന്ത് പറഞ്ഞു? ഹറംതുൽ ഹറാം. എന്ത് നിഷിദ്ധമുണ്ടോ അതെല്ലാം ഞാൻ നിഷിദ്ധമായി വിശ്വസിച്ച് ആ നിഷിദ്ധങ്ങളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ടതാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ള നിഷിദ്ധത്തിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കും, ഞാൻ സക്കാത്ത് കൊടുക്കും. അതുപോലെ തന്നെ മറ്റു വാജിബാത്തുകൾ, ഉമ്മയോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ള നിഷിദ്ധത്തിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കും. അതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസിൽ ബാക്കിയുള്ള വാജിബാത്തുകൾ ഒന്നും പറയാതിരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അദ്ഖുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നഅം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നഅം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫാത്തിറിൽ പറഞ്ഞല്ലോ, മനുഷ്യരുടെ അതായത് മുഅ്മിനീങ്ങളിൽപ്പെട്ട വിശ്വാസികളിൽപ്പെട്ട 3 വിഭാഗം ആളുകൾ ഉണ്ടാകും. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 3 വിഭാഗം ആളുകളുണ്ട്. അതിലൊന്ന് ളാലിമുൻ ലിനഫ്സി, അവർ സ്വന്തത്തോട് അക്രമം കാണിച്ച ആളുകളാണ്. അവർ വാജിബുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ട്, ചില ഹറാമുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. അതുപോലെ മുഖ്തസിദുകളായ ആളുകളുണ്ട്. ആരാണ് മുഖ്തസിദുകൾ എന്ന് പറഞ്ഞാൽ? അവർ വാജിബ് ചെയ്യും, അതുപോലെ ഹറാം ഉപേക്ഷിക്കും, അതിന്റെ അപ്പുറത്തേക്കില്ല. ഈ ഹദീസിൽ സഹാബി ചോദിച്ചതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, ഹറാം ഒന്നും ചെയ്യൂല, വാജിബ് കറക്റ്റ് ചെയ്യും. അതിനപ്പുറത്തേക്ക് കുറെ സദക്കകൾ, കുറെ സുന്നത്ത് നോമ്പുകൾ, കുറെ നിസ്കാരങ്ങൾ, രാത്രി നിസ്കാരങ്ങൾ, കുറെ അദ്കാറുകൾ, ഇതൊന്നുമില്ല. കറക്റ്റ് വാജിബ് മാത്രം ചെയ്യും, ഹറാം ഒക്കെ ഉപേക്ഷിക്കും. അവരാണ് മുഖ്തസിദ് എന്ന് പറഞ്ഞത്. അല്ലാഹു തആല പറയുന്നു വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, നന്മകൾ കൊണ്ട് മുന്നേറിയ ആളുകളുമുണ്ട്. ഈ 3 ആളുകളും അള്ളാഹുവിന്റെ അനുമതിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നിർബന്ധമാക്കിയ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ആ നിഷിദ്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ വാജിബുകൾ, എന്തുകൊണ്ടാണ് നമ്മൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്? കാരണം നമ്മുടെ വാജിബുകൾ പൂർണ്ണമാക്കി കൃത്യമായ പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് ആർക്കാണ് പറയാൻ സാധിക്കുക? ഒരുപാട് കുറവുകൾ, വീഴ്ചകളൊക്കെ അതിലുണ്ടാകും. അപ്പോൾ വാജിബുകളിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കാനാണ് യഥാർത്ഥത്തിൽ സുന്നത്തുകൾ. റമദാനിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കാനാണ് അതിന് തൊട്ടു ശേഷം തന്നെ 6 സുന്നത്ത് നോമ്പ് ഷവ്വാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഷവ്വാലിലുള്ള 6 നോമ്പിന്റെ ഒരു
ഹിക്മത്ത് നമ്മൾ റമദാനിൽ വന്ന വല്ല വീഴ്ചകളും ഉണ്ട് എങ്കിൽ, അഥവാ വീഴ്ചകൾ കൊണ്ട് ഉദ്ദേശിച്ച് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല, നോമ്പ് വേറെ കളാ വീട്ടണം. നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വളരെ കൃത്യമായി നോമ്പെടുത്തു എങ്കിൽ പോലും പല വീഴ്ചകളും ഉണ്ടാകും. അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശവ്വാൽ മാസത്തിൽ 6 നോമ്പെടുക്കുന്നത്. അതുപോലെ തന്നെ ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫർദിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ രൂപത്തിൽ സക്കാത്തിൽ വരുന്ന വീഴ്ചകൾ വരുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ പുറമെ സദക്കകൾ കൂടി കൊടുക്കുന്നത്. സദക്കകൾ കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം കച്ചവടക്കാരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങൾ കച്ചവടത്തിൽ വരുന്ന, നിങ്ങൾ അത്ര സൂക്ഷ്മത പാലിച്ചാലും, അതിന് ഉദ്ദേശം കുറെ ഹറാമുകൾ ചെയ്തിട്ട് സദക്ക കൊടുത്താൽ മതി എന്നല്ല, എത്ര സൂക്ഷ്മത പാലിച്ചാലും നിങ്ങൾ അറിയാതെ ചില വിഹിതങ്ങൾ ചിലപ്പോൾ അതിലേക്ക് വന്നേക്കും. അത് നിങ്ങൾ സ്വതക്കകൾ കൊണ്ട് എന്ത് ചെയ്യുക? അതിനെ മുക്തമാക്കുക എന്നാണ്. സ്വതക്കകൾ കൊണ്ട് അതിനെ മുക്തമാക്കുക. നമ്മൾ എത്ര നോക്കിയാൽ അറിയാതെ വരുന്നതുണ്ടെങ്കിൽ ഒരുപാട് സ്വതക്കകൾ കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മൾ ശുദ്ധീകരിച്ചു തരും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഫർള് മാത്രം ചെയ്യുന്ന വ്യക്തി അത് വളരെ കൃത്യമായി ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലമായി സ്വർഗം തന്നെയാണ് നൽകുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും എന്തു വേണം? സാബിഖും ബിൽ ഖൈറാത്തിലെത്താനാണ് നോക്കേണ്ടത്. ഒരുപാട് വാജിബുകൾക്ക് പുറമെ തന്നെ ഒരുപാട് സുന്നത്തുകൾ കൂടി ചെയ്യുന്ന ആളുകളാകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇതാണ് 22ാമത്തെ ഹദീസ്. അടുത്ത ഹദീസ് അൽ ഹദീസു സാലിസു വൽ 20, 23ാമത്തെ ഹദീസ്. عن أبي مالك الحارث بن عاصم الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم. മഹാനായ സഹാബി അബൂ മാലിക് അൽ ഹാരിസ് ബിൻ ആസിം അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരുപാട് ഖൈറുള്ള ഒരു കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഹദീസാണിത്. ഒരുപാട് നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുന്ന ഒരു ഹദീസാണിത്. ഈ ഹദീസിൽ അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആൻ ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ് വസ്സലാത്തു നൂറുൻ വസ്സദഖത്തു ബുർഹാനുൻ വസ്സബ്റു ദിയാഉൻ വൽഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക് കുല്ലു الناس يغدو فبائع النفس فمعتقها او موبقها റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണിത്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ശത്റുൽ ഈമാൻ. 3 വാക്കിൽ ഈ പദത്തിലുണ്ട്, ഈ ജുംലയിൽ, ഈ വാക്യത്തിൽ 3 വാക്കുണ്ട്. അത്തുഹൂറു ശത്രു അൽ ഈമാൻ. ഇത് 3ഉം അതിൻ്റെതായ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വാക്യത്തിന്റെ കൃത്യമായ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത്തുഹൂർ. അത്തുഹൂർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധി വരുത്തൽ എന്നാണ് വാക്കിന്റെ അർത്ഥം. ശുദ്ധി വരുത്തൽ എന്നാണ് വാക്കിന്റെ അർത്ഥം. അത്തുഹൂർ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അത്തഹൂർ എന്നും കേൾക്കും. തഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താക്ക് ഫത്തട്ട വാക്കാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആ വസ്തുവിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ വെള്ളം കൊണ്ടാണ് നമ്മൾ വുളു എടുക്കാറുള്ളത് എങ്കിൽ ആ വുളു എടുക്കുന്ന ശുദ്ധീകരണ പ്രവർത്തിക്ക് തുഹൂർ എന്ന് പറയും, ലമ്മിട്ടുകൊണ്ട് പറയും. ആ വെള്ളത്തിൽ വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന് തഹൂർ എന്ന് പറയും. തഹൂറായ വെള്ളം എന്നാണ് പറയുക, ശുദ്ധിയുള്ള വെള്ളം എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് കാണാം വുളു എന്നും വളു എന്നും പറയും. വുളു എന്ന് പറഞ്ഞാൽ നമ്മൾ വുളു ചെയ്യൽ, അതിനാണ് വുളു എന്ന് പറയുന്നത്, വാവിന് ലമ്മിട്ടുകൊണ്ട്. വളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വുളു ഉപയോഗിക്കാനുള്ള വെള്ളം. ഇത് ഞാൻ വുളുവിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഹദ അൽ വളു, ഇത് വുളുവിന് ഉപയോഗിക്കുന്ന വെള്ളം. ആ പ്രവർത്തിക്ക് എന്ത് പറയും? അതിന് വുളു എന്ന് പറയും. അതുപോലെ അത്താഴം കഴിക്കുമ്പോൾ നമ്മൾ സുഹൂർ എന്ന് പറയും. അത്താഴം കഴിക്കൽ, ആ പ്രവർത്തിക്കാണ് സുഹൂർ എന്ന് പറയുന്നത്. അത്താഴം കഴിക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഈത്തപ്പഴാണെന്ന് വിചാരിക്കുക, തമറാണെങ്കിൽ അത് സഹൂറാണ്. സഹൂർ ബിൽ ഫത്ഹ, ഫത്ഹട്ട് കൊണ്ട് പറയുന്നതാണ് അസ്സഹൂർ. അതാണ് നമ്മൾ കഴിക്കുന്നത്. അത് വാക്കിന്റെ ഒരു ഭാഷാപരമായ അർത്ഥം പറഞ്ഞതാണ്. ഇവിടെ പറയുന്നത് ആ പ്രവൃത്തിയാണ് അത്തുഹൂറു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അത്തുഹൂർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ 2 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ഹദീസുകളിൽ വന്നതുപോലെ ശുദ്ധീകരണം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ വുദു തന്നെയാണ്. വുദു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ചില ഹദീസിൽ അത്തുഹൂർ ശത്രുൽ ഈമാൻ എന്നത് വന്നതുപോലെ അൽ വുദു ശത്രുൽ ഈമാൻ, വുദു ഈമാനിന്റെ ശത്രുവാണ്, പകുതിയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇസ്ബാഉൽ വുദൂഇ ശത്രുൽ ഈമാൻ, വുദു പൂർണ്ണമായി കൃത്യതയോടുകൂടി ഒരാൾ എടുക്കുക എന്നുള്ളത് ഈമാനിന്റെ പാതിയാണ് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിൽ വന്ന അത്തുഹൂർ ശത്രുൽ ഈമാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ വുദു എടുക്കുക എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വേറെ ചിലർ പറഞ്ഞു അത്തുഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിമഅനൽ ആം, മൊത്തത്തിലുള്ള അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ എല്ലാ രൂപത്തിലുള്ള ശുദ്ധീകരണങ്ങളും അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വുളു അതിൽ ഉൾപ്പെടും, കുളി അതിൽ ഉൾപ്പെടും, അതുപോലെ തന്നെ
അത് ഹിസ്സിയായതാണ്, നമ്മുടെ ശരീരത്തിൽ തൊട്ടറിയാൻ പറ്റുന്ന വൃത്തിയാണ്. അതുപോലെ നമ്മുടെ കൽബിനെ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ, അഥവാ കൽബിനെ ശുദ്ധിയാക്കുക, അഥവാ തൗഹീദ് ഉണ്ടായിരിക്കുക, ഷിർക്കിൽ നിന്നും വിട്ടുനിൽക്കുക, അതുപോലെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തികൾ ചെയ്യുക, ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുക, അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക, ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളും. ഇതെല്ലാം ഈമാനിന്റെ പകുതിയാണ് എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ചിലർ പറയുന്നുണ്ട്. നോക്കാം. അത്തുഹൂറു എന്ന് പറഞ്ഞാൽ ഈ രണ്ടർത്ഥവുമാണ് സഹോദരങ്ങളെ അത് വരുന്നത്. രണ്ടാമത് വരുന്നത് സഹോദരങ്ങളെ ശത്രു എന്ന് പറയുന്ന വാക്കാണ്. ശത്രു എന്നുള്ളത് നമ്മൾ പൊതുവെ അർത്ഥം വെക്കുന്ന സമയത്ത് മലയാളത്തിലൊക്കെ നമ്മൾ കാണുന്ന അർത്ഥം പകുതി എന്നുള്ള അർത്ഥമാണ്. അത് ശത്രുവിന്റെ ഒരർത്ഥമാണ്. ശത്രുവിന് 3 അർത്ഥമുണ്ട്. അതിലൊരർത്ഥമാണ് പകുതി എന്ന് പറയുന്നത്. പകുതി, അതായത് 2ന്റെ പകുതി 1, 2 ശത്രാണ്. നമ്മൾ പറയും 2 2ന്റെ ശത്രാണെന്ന് പറയും. അൽ വാഹിദു ശത്രുൽ ഇസ്നൈൻ, ഒറ്റ എന്ന് പറയുന്നത് 2ന്റെ പകുതിയാണ് എന്ന അർത്ഥത്തിൽ പറയും. 2 ഒരേപോലെ നമുക്ക് കിട്ടും, 1 1, അതിന് ശത്രു എന്ന് പറയും. അതുപോലെ ഭാഗം എന്നുള്ള അർത്ഥത്തിനും ശത്രു എന്ന് പറയും. ജുസ്, ഭാഗം. നമ്മൾ പറയും അർറസു, തല, ശത്രുൽ ജിസ്മ്, മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പകുതിയാണെന്ന് അർത്ഥമില്ല. അവിടെ ശത്രു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജുസ്, അതിലൊരു ഭാഗമാണ് എന്നേ. തല നേരെ പകുതി അല്ലല്ലോ, തല കുറഞ്ഞതാണ്, പക്ഷെ അത് ഭാഗമാണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഭാഗം ഒന്നും അവിടെ ഒരു അതിൽപ്പെട്ട ഒരു ഇനത്തിൽപ്പെട്ടതാണ് എന്നും പറയും. ഇപ്പൊ പറയും രാത്രിയും പകലും ദിവസത്തിന്റെ 2 ഭാഗങ്ങൾ എന്ന് പറയും. ദിവസത്തിന് 2 ഇനങ്ങളാണ്. ഒരു ദിവസത്തിന്റെ ഇരുട്ടുള്ള ഇനം, പകലുള്ള. അപ്പൊ നമ്മൾ പറയും അല്യൗമു ശത്രാൻ, ഒരു ദിവസം 2 ശത്രാൻ, ലൈലുൻ വനഹാർ, രാവും പകലും എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. രാവ് ഒരു ഇനമാണ്, പകല് മറ്റൊരു ഇനമാണ്. ഈ എല്ലാ അർത്ഥങ്ങളും സഹോദരങ്ങളെ ശത്രു എന്നുള്ള വാക്കിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അവസാനം മൊത്തത്തിൽ അർത്ഥം പറയുമ്പോൾ അത് വ്യക്തമാകും. മൂന്നാമത് പറഞ്ഞത് തുഹൂറു ശത്രുൽ ഈമാൻ. ഈമാൻ എന്നുള്ള അർത്ഥം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ചിലർ പറഞ്ഞു അൽ ഈമാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിസ്കാരത്തിന് ഈമാൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, ആ അർത്ഥമാണ്. വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈമാനിനെ പാഴാക്കി കളയുകയില്ല. മുസ്ലിമീങ്ങൾ ആദ്യം ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിച്ചു, പിന്നീട് ഖിബല മാറ്റം സംഭവിച്ചു, കാബയിലേക്ക് മാറി, യഹൂദികളൊക്കെ പരിഹസിച്ചു. അപ്പൊ നിങ്ങളുടെ ഖിബല മാറിയ ആദ്യത്തെ നിസ്കാരമൊക്കെ ബാത്തിലായില്ലേ? കാരണം നിങ്ങൾ നിബന്ധനപ്പെട്ടതാണ് ഖിബലയിലേക്ക് തിരിയുക. അപ്പൊ അതൊക്കെ ബാത്തിലായില്ലേ എന്ന് ചോദിച്ചു. അല്ലാഹു തആല പറഞ്ഞു വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനക്കും, അള്ളാഹു നിങ്ങളുടെ ഈമാൻ, അത് നിങ്ങൾ നിസ്കാരത്തെ പാഴാക്കിയിട്ടില്ല. നിങ്ങൾ കിഴക്ക് തിരിഞ്ഞാലും പടിഞ്ഞാറ് തിരിഞ്ഞാലും അള്ളാഹു കൽപ്പിച്ചു കൊടുത്ത് തിരിഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഇവിടെ ഈമാൻ എന്ന് അല്ലാഹു ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് നിസ്കാരത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിസ്കാരമാണ് അൽ ഈമാൻ എന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു അതെല്ലാം മുഴുവൻ ദീനിനെ കുറിച്ച്, ഇസ്ലാം ദീനിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് കാണാം. ഇനി ഇത് 3ഉം വെച്ചുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണ്? അത്തുഹൂർ ശത്രുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുളു എടുത്താൽ ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം അത് നിസ്കരിച്ചാൽ കിട്ടുന്നതിന്റെ പകുതി പ്രതിഫലമാണ്. അതുകൊണ്ട് വുളു എടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. നിസ്കാരത്തിന് കിട്ടുന്നതിന്റെ പകുതി പ്രതിഫലം വുളുവിന് തന്നെ ഉണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ശത്ർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ ഒരു ജുസ് ആണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തുഹൂർ ശത്രുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ വുളു ശത്രു സല, അതായത് തുഹൂറിന് വുളു എന്നുള്ള അർത്ഥവും കൊടുത്തു, അതുപോലെ തന്നെ ഈമാൻ എന്നുള്ളതിന് സല എന്നുള്ള നിസ്കാരം എന്നുള്ള അർത്ഥവും കൊടുത്തു. അപ്പോൾ അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ പകുതിയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുളു എടുക്കൽ നിസ്കാരത്തിന്റെ പകുതിയാണ്, അല്ലെങ്കിൽ ആ പകുതി കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇപ്പൊ തല ശരീരത്തിന്റെ ശത്രുവാണെന്ന് പറഞ്ഞതുപോലെ അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വുളു. അതുകൊണ്ട് വുളുവിന്റെ കാര്യം ശ്രദ്ധിക്കണം. കാരണം ഒരു ഹദീസിൽ വന്നു ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദിക്കും ഇദാ അഹ്ദസ ഹത്താ യതവല്ല. നിങ്ങൾ ഒരാൾക്ക് വുളു മുറിയുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വുളു എടുത്താലല്ലാതെ ഒരാളുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, ഏറ്റവും ശരിയായ അഭിപ്രായം ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിദുള്ളാഹി പറഞ്ഞത് അത്തുഹൂർ എന്നുള്ളത് അൽ വുളു എന്നുള്ള അർത്ഥവും അൽ ഈമാൻ എന്നുള്ളത് അസ്സല എന്നുള്ള അർത്ഥവുമാണ്. അതുകൊണ്ട് തന്നെ വുളു നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വുളുവിന്റെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും വുളുവിലായിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ലാ യുഹാഫിളു അലൽ വുളുഇ ഇല്ലാ മുഅ്മിൻ, ഒരു വിശ്വാസി അല്ലാതെ വുളു എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് നടക്കുകയില്ല എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് വുളു എന്നുള്ളത് ഈമാനിന്റെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്നുള്ള നിലക്ക് സഹോദരങ്ങൾ അത് വന്നതായി
കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്ന് പറയുന്ന വാക്ക് തംലഉ, അത് നിറക്കുന്നതാണ്. അൽ മീസാൻ, മീസാനിനെ, തുലാസിനെ നിറക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഖുർആനിൽ നമ്മൾ ആദ്യം ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യം നമ്മൾ ആരംഭിക്കുന്ന വാക്ക് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാ സൂറത്തിലും ഉണ്ട്, സൂറത്തു തൗബ ഒഴികെ. ആദ്യത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. സ്വർഗക്കാർ അവർ അവസാനം പറയുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയുന്ന വാക്കാണ് വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരുടെ വാക്കാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞത് കാണാൻ സാധിക്കും. എന്താണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി, മഹബ്ബത്തോടുകൂടി അവനെ പുകഴ്ത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിന് അങ്ങേയറ്റത്തെ സ്നേഹം മനസ്സിൽ നിറച്ചിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അത് പറയുന്ന ഒരാൾ പ്രഖ്യാപിക്കുന്നത് ഞാൻ അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും അവൻ അങ്ങേയറ്റം പുകഴ്ത്തുകയും അവൻ അങ്ങേയറ്റം ആദരിക്കുകയും ചെയ്യുന്നു. ഇതാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത്, അള്ളാഹു നൽകിയ ഓരോ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വൽഹംദുലില്ലാ എന്ന് നീ പറയുന്നത് ഇത് തംലഉൽ മീസാൻ, നിന്റെ മീസാനിൽ നിറക്കുന്നതാണ് എന്നാണ് പറയുന്നത്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെ തൂക്കുന്ന തുലാസിനാണ് മീസാൻ എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ മീസാനിനെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്, അതിന്റെ രൂപത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതിന് 2 തട്ടുകളുണ്ട്, 2 തട്ടുകൾ അതിനുണ്ട്. ഒരു ലിസാനമുണ്ട്, ഒരു നീഡിൽ അതിനുണ്ട്. സൽക്കർമ്മങ്ങൾ തൂങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്കായിരിക്കും ആ കാര്യങ്ങൾ പോകുക. അത് വളരെ കൃത്യമായി ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മീസാനിൽ, ആ തട്ടിൽ അള്ളാഹു തൂക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് സൽക്കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്നതാണ്. ആ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു ഒരു രൂപം നൽകുകയും നിസ്കാരത്തിനും നോമ്പിനും ദിക്റിനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊരു അസ്തിത്വം നൽകുകയും അള്ളാഹു തആല അതിനെ തൂക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത് സഹോദരങ്ങളെ, ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൂക്കം ചെയ്യുന്നതായിരിക്കും. അവിടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒരു വളരെ മെലിഞ്ഞുപോയ ഒരു വിശ്വാസി, അവൻ സ്വർഗത്തിൽ വലിയ ഭാരമാണ് ഭാരിച്ചവനായിരിക്കും. അവൻ സ്വർഗത്തിൽ തുലാസിൽ അങ്ങേറ്റം ഭാരമുള്ളവനായിരിക്കും. ദുനിയാവിൽ അവൻ വളരെയധികം ഭാരമില്ലാത്ത ആളായിരിക്കും. പക്ഷെ അവന്റെ ഈമാൻ കൊണ്ട് അവൻ ഭാരിച്ചവനായിരിക്കും തുലാസിൽ. എന്നാൽ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര തടിച്ചവനാണെങ്കിലും ശരി, എത്ര ഭാരമുള്ളവരാണെങ്കിലും ശരി, അവൻ പരലോകത്തെ തുലാസിൽ അവൻ തൂങ്ങുകയില്ല. കാരണം അവൻ ഈമാൻ ഇല്ലാത്തവൻ അവിടെ അവൻ തൂങ്ങുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് അവന്റെ കർമ്മരേഖകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്നതാണ്. സൽക്കർമ്മങ്ങളും അതുപോലെ അവന്റെ ദുഷ്കർമ്മങ്ങളും മലായിക്കത്തുകൾ എഴുതിയെടുക്കുന്നുണ്ട്. അതും ഈ 2 തട്ടുകളിൽ തൂക്കുന്നതാണ് എന്ന് ഹദീസിൽ സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മീസാനിൽ വലിയ ഘനമുള്ള വാക്കാക്കി മാറ്റും, മീസാനിനെ നിറക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പണ്ഡിതന്മാരിവിടെ പറയുന്നു 2 നിബന്ധന ഒരാൾ പാലിക്കണം. ഏതൊരു ഇബാദത്തിന്റെയും പോലെ ഒന്ന് ഖലാസോടുകൂടി പറയണം, ആളുകളെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അൽഹംദുലില്ലാ നമ്മൾ ദിക്ർ ചൊല്ലുന്നത് ഏതൊരു ദിക്റാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം പ്രതീക്ഷിച്ച് റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി പറയണം. 2 ഇത്തിബാഓടുകൂടി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതിൽ നിന്നും വിഭിന്നമായി ബിദ്അത്തുകൾ കൊണ്ടുവരാൻ പാടില്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, എന്നൊരാൾ പറയാണ് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ചാട്ടം ചാടും, എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ആ അൽഹംദുലില്ലയുടെ അത് ബിദ്അത്തായി തീരും. ഞാൻ ഓരോ ചാട്ടം ചാടിയിട്ട് ഇങ്ങനെ അൽഹംദുലില്ലാ പറയും. ചില ത്വരീഖത്തുകാരെ ദിക്റുകൾ കാണാൻ പറ്റും, ഇങ്ങനെ ചാടിയിട്ടൊക്കെയാണ് ദിക്ർ ചെല്ലുന്നത്. ഓരോ ദിക്റുകളൊക്കെ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിയിട്ടൊക്കെയാണ് ദിക്ർ ചെല്ലുന്നത്. അത് ബിദ്അത്താണ്. ഒരാൾ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബിദ്അത്തായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ഒരു പ്രത്യേക ശൈലി, ഒരു പ്രത്യേക രീതി ഇതൊക്കെ കൊണ്ടുവരിക. ഒരാൾ പറയുകയാണ് ഞാൻ മസ്ജിദിലേക്ക് കയറുമ്പോൾ അവിടെ ഒന്നാണ്ട് ഒരു 10 അൽഹംദുലില്ലാ ചൊല്ലും, എണ്ണവും കണക്കാക്കി, ഒരു സ്ഥലവും കണക്കാക്കി, എണ്ണം 10, സ്ഥലം മസ്ജിദിന്റെ ഡോറ്. ഇതിവനൊരു ഇബാദത്തായി നിശ്ചയിച്ചാൽ അത് ബിദ്അത്തായി തീരും. എന്നാൽ ഒരാൾ നടന്നുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ അൽഹംദുലില്ലാ പറഞ്ഞ് ഒരു കുഴപ്പമില്ല. കാരണം അവന് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടില്ല, അതിന് പ്രത്യേക എണ്ണം, അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. ശരീഅത്തിൽ വരാത്തൊരെണ്ണം അതിന് പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് കണക്കാക്കിയിട്ടില്ല. എന്നാൽ ഒരാൾ ഒരു ദിവസം ഞാൻ ഒരു 500 അൽഹംദുലില്ലാ ചൊല്ലാന്ന് വിചാരിച്ചാലും അതിന് യാതൊരു കുഴപ്പമില്ല. അതേതുപോലെയാണ്
നമ്മൾ ഓരോരുത്തർ ഒരു ജുസ് ഓതാന്ന് വിചാരിക്കും, ചിലർ 1.5 ജുസ് ഓതാന്ന് വിചാരിക്കും, ചിലർ 2 ജുസ് ഓതാന്ന് വിചാരിക്കും. അതുപോലെയാണ്. പക്ഷെ ഒരു പ്രത്യേകം പ്രതിഫലമുണ്ടെന്ന് ഒരാൾ ഒരെണ്ണത്തിന് കണക്കാക്കിയാലോ അത് ഹദീസിൽ വന്നിട്ടില്ല എങ്കിൽ അത് ബിദ്അത്തായി തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ബിദ്അത്തുകളിൽ നിന്നും മാറി ഇഖ്ലാസോടുകൂടി ചൊല്ലുന്ന അൽഹംദുലില്ലയാണ് മീസാനിന്റെ തട്ടുകളെ നിറക്കുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ശേഷം ഹദീസിൽ കാണാം വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ്. സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്കിനോടൊപ്പം അൽഹംദുലില്ലാഹ്, അതായത് നേരത്തെ നമ്മൾ അൽഹംദുലില്ലാഹ് മീസാനിനെ നിറക്കുമെന്ന് പറഞ്ഞു, അതിനോടൊപ്പം ഒരു സുബ്ഹാനല്ലാഹ് കൂടി ചേരുകയാണ്. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. ഇത് രണ്ടും തംലആൻ, അത് രണ്ടും നിറക്കും. ഔ തംലഉ നിറക്കും മാ ബൈനസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള ചക്രവാളം. ആകാശഭൂമി നമ്മുടെ നേരെ മുമ്പിൽ മാത്രമല്ല, ആകാശവും ഭൂമിക്കിടയിലുള്ള മുഴുവൻ സ്ഥലങ്ങളെയും നിറക്കുവോളം അത്രയും വ്യാപ്തിയിൽ ഈ ദിക്റുകൾ നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ മാറി വരും, നമ്മൾക്ക് അത് വരുമെന്നുള്ളതാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റാവി വളരെ കൃത്യമായി അദ്ദേഹത്തിന് ചെറിയൊരു സംശയം വന്നപ്പോൾ തംലആനി എന്ന ദ്വിവചനമായിട്ടാണോ അല്ലെങ്കിൽ തംലഉ എന്ന ഏകവചനത്തിലാണോ പറഞ്ഞത് എന്ന് സംശയം വന്നപ്പോൾ അത് അദ്ദേഹം അവിടെ ഉദ്ധരിക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയാണ്, ഈ റാവിമാർ എത്രമാത്രം അതിൽ സൂക്ഷ്മത പാലിക്കും. അവർക്കൊരു സംശയം വരികയാണെങ്കിൽ അത് ഏകദേശം പറയാൻ പോലും ഇല്ല. അവർ പറയുന്ന മുഴുവൻ വാക്കുകൾ അവർ കേട്ടതിൻ്റെയും അവരുടെ ഓർമ്മശക്തിയുടെയും കൃത്യത വരുത്തിയിട്ടാണ് അവർ പറയുകയുള്ളൂ. അതിലൊരു ചെറിയ സംശയം അവർക്കുണ്ടായാൽ പോലും അവരൊരു ഓർന്നിട്ടിട്ടാണ് പറയുന്നത്. ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അവരുടെ വക എന്ത് ചെയ്യുന്നില്ല, റാവിമാരാരും ഒരു വാക്കും അവർ കൂട്ടിച്ചേർക്കുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാ ബൈന സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും ഈ പറയുന്ന 2 ദിക്ർ ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. ആകാശഭൂമികൾക്കിടയിൽ അത്ര ചക്രവാളം മുഴുവൻ നിറയുന്ന അത്ര ഈ ദിക്റുകൾ ഉണ്ട് എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. ഇതറിയുന്ന സമയത്ത് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അതിന്റെ അർത്ഥം ശരിക്കും ഗ്രഹിക്കണം. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കാത്തതായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവൻ പരിശുദ്ധനാണ് എന്നാണ്. അള്ളാഹുവിന് യോജിക്കാത്ത ഒന്നും അവനുണ്ടാകാൻ അവനൊരു കുറവുമില്ല. അള്ളാഹു തആല ആയത്തുൽ കുർസിയിൽ പറഞ്ഞതുപോലെ ലാ തഖുദുഹു സിനതുൻ വലാ നൗം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു തൂക്കിയ ഉറക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉറക്കമില്ല, അങ്ങനെയില്ല, ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ന്യൂനതകളുള്ള ഒന്നും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇല്ല. അതുപോലെ അള്ളാഹു തആല ആളുകൾ അവനെ ഒരുപാട് നിലക്ക് തെറ്റായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറയാറുണ്ട്. അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാലിസു സലാസ, മൂവരിൽ ഒരുവനാണ് എന്ന് നസ്രാനികൾ വാദിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പരിശുദ്ധനാണ്. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് നസ്രാനികൾ വാദിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനം അവനുണ്ടാകുക എന്നുള്ളതിൽ നിന്നും പരിശുദ്ധനാണ്. അവരങ്ങനെ ഒന്നുമില്ല. അള്ളാഹു തആലക്ക് കുറവുകളുള്ള ന്യൂനതകളുള്ള ഒന്നും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇല്ല. അവന്റെ വിശേഷണങ്ങളെല്ലാം ഏറ്റവും പരിപൂർണമായ വിശേഷണങ്ങളാണ്. ഇതാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന്റെ താല്പര്യം. നോക്കൂ സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്ക്ക് മറ്റൊരുപാട് ഹദീസിൽ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരാൾ 100 പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞാൽ ഗുഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ലു സബ്ദിൽ ബഹർ, അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതൊരു സമുദ്രത്തിലെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 പ്രാവശ്യം പറയുക. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ 100 പ്രാവശ്യം അത് വന്നിട്ടുണ്ട്. ഇനി സുബ്ഹാനല്ലാഹയുടെയും അൽഹംദുലില്ലയുടെയും പ്രത്യേകതയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ആകാശഭൂമികളെ നിറക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കലാം എന്ന് പറഞ്ഞാൽ അഹബ്ബുൽ കലാമി ഇലല്ലാഹ് എന്ന് പറഞ്ഞ 4 വാക്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 വാക്യങ്ങളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു വാക്കാണ്. നമ്മൾ വാഹനത്തിൽ പോകുന്ന സമയത്ത്, നമ്മൾ നടന്നു പോകുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്നും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട 4 വാക്കുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള വാക്ക് എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, 4 വാക്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പഠിപ്പിച്ചത് ഒന്ന് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, ഈ ഹദീസിൽ വന്ന ഈ 2 വാക്കുകളും, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഈ പറയുന്ന 2 വാക്യങ്ങളാണ്. അതോടൊപ്പം ഹദീസിൽ കാണാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നമുക്ക് നിധിയാക്കി അതിനെ മാറ്റുമെന്ന് പറഞ്ഞ മറ്റൊരു വാക്യമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന വാക്യം. നമ്മളൊരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ വർദ്ധിപ്പിക്കേണ്ടത് ഈ ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ.
അതോടൊപ്പം ആറാമതൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നു. അത് സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്, അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ നബീന വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള ഒരു സ്വലാത്തും. ഈ ദിക്റുകൾ 5 ദിക്റുകളും ആറാമതായി സ്വലാത്തും സഹോദരങ്ങളെ നമ്മളൊരു ദിവസം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ഒരുപാട് ഖൈർ കിട്ടുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വസല്ലല്ലാഹു അലാ നബീന വസല്ലം. ഈ 6 കാര്യങ്ങൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് തവണ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഒരുപാട് ഖൈറുകൾ നൽകും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വസ്സലാത്തു നൂറുൻ, നിസ്കാരം എന്നുള്ളത് പ്രകാശമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വസ്സല എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന്റെ ഇനമാണ്. ഫർളാകട്ടെ സുന്നത്താകട്ടെ എല്ലാം നമുക്ക് പ്രകാശമാണ്. നൂർ എന്ന് പറയുന്ന വാക്കിന് സഹോദരങ്ങളെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇഷ്റാഖുൻ ബിഗൈരി ഇഹ്റാഖ് എന്നാണ്. നമുക്ക് ചൂടേൽക്കാതെയുള്ള പ്രകാശത്തിനാണ് യഥാർത്ഥത്തിൽ നൂർ എന്ന് പറയുന്നത്. ചന്ദ്രന്റെ വെളിച്ചം എന്ന് പറയുന്നത് നൂറാണ്, ചന്ദ്രന്റേത് നൂറാണ്. അതിന് വിപരീതമാണ് ദിയാ എന്ന് പറയും. വിപരീതം എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ചൂടോടുകൂടി വരുന്നതിനാണ് ദിയാ എന്ന് പറയുന്നത്. ഷംസിൻ്റെത്, സൂര്യൻ്റേത് ദിയാ ആണ്, അത് പ്രകാശമാണ്, പക്ഷെ അതിന് ചൂടേൽക്കേണ്ടി വരും. എന്നാൽ ചന്ദ്രൻ്റേത് പ്രകാശമുണ്ട്, അതിൽ ചൂടേൽക്കേണ്ടി വരികയില്ല. അതിനാണ് നൂർ എന്ന് പറയുന്നത്. വസ്സലാത്തു നൂറുൻ, നിസ്കാരം അത് പ്രകാശമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് അത് പ്രകാശമായി തീരുന്നത്? ദുനിയാവിൽ തന്നെ അത് പ്രകാശമാണ്. ദുനിയാവിൽ അത് പ്രകാശമാണ്. ഒരാളുടെ നിസ്കരിക്കുന്ന ഒരുവന്റെ മുഖത്ത് അതിന്റെ പ്രകാശം ഉണ്ടായിരിക്കുന്നതാണ്. നിസ്കരിക്കാത്തവന്റെ മുഖത്ത് ആ പ്രകാശം ഉണ്ടാവുകയില്ല. നിസ്കരിക്കുന്നവന്റെ കൽബിൽ പ്രകാശം ഉണ്ടായിരിക്കും, കൽബിൽ വിശാലത ഉണ്ടായിരിക്കും. അതുപോലെ നിസ്കരിക്കുന്നവന്റെ ഖബറും വിശാലതയുള്ള പ്രകാശമുള്ളതായിരിക്കും. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പ്രകാശം നൽകുന്നത് അവന്റെ കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ്. അവന്റെ നിസ്കാരമാണ് ഏറ്റവും വലിയ പ്രകാശമായി തീരുന്നത്. സിറാത്തിലൂടെ കടന്നു പോകണമെങ്കിൽ അവന് പ്രകാശം കൂടിയേ തീരൂ. നിസ്കാരം അവിടെ പ്രകാശമായി തീരുന്നതാണ്. നിസ്കാരം കൃത്യമായി പാലിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ എല്ലാത്തിലും പ്രകാശമുണ്ട്. അതിന്റെ വീട് പോലും, നിസ്കരിക്കുന്നവരുടെ വീടുകൾ പോലും പ്രകാശപൂരിതമാകുമെന്നാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ ഒരു ഓഹരി, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിൽ നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ട്. വീടുകളിൽ തീരെ നിസ്കരിക്കാതിരിക്കരുത്. നിസ്കരിക്കേണ്ട ഒരു ഓഹരി അത് നമ്മൾ വീട്ടിൽ മാറ്റിവെക്കേണ്ടതുണ്ട്. അതുപോലെ നിസ്കാരം പ്രകാശമായി തീരുന്ന മറ്റൊരു കാര്യമാണ്, അത് നമ്മളെ തിന്മകളിൽ നിന്നും തടയും. നിസ്കാരത്തിന്റെ പ്രകാശം ഒരാളിൽ ഉൾക്കൊണ്ടാൽ അത് അയാളെ തിന്മകളിൽ നിന്നും തടയുന്നതാണ്. എല്ലാ നിലക്കും സഹോദരങ്ങളെ നിസ്കാരം എന്ന് പറയുന്നത് അത് പ്രകാശമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്സലാത്തു നൂറുൻ, നിസ്കാരം പ്രകാശമാണ്. പിന്നീട് പറയുന്നു വസ്സദഖത്തു ബുർഹാനുൻ, സദഖ എന്ന് പറയുന്നത് അത് ബുർഹാനാണ്. സദഖ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഉൾപ്പെടുന്നതാണ്. നിർബന്ധ സദഖയായ സകാത്ത് അതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഓരോരുത്തരും ഐച്ഛികമായി ചെയ്യുന്ന മറ്റു ദാനധർമ്മങ്ങളും ഈ സദഖ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. രണ്ടും അറിയിക്കുന്നത് ബുർഹാൻ എന്നാണ്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം തെളിവാണ് എന്നാണ് അർത്ഥം. ഇപ്പൊ ദാനധർമ്മങ്ങൾ, സക്കാത്ത് ഇതെല്ലാം തെളിവാണ്. എന്തിനുള്ള തെളിവാണ്? ഈമാനിനുള്ള തെളിവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ്, മനുഷ്യന്റെ ഫിത്വറിയായി അവന്റെ പ്രകൃതിയാൽ തന്നെ ഓരോ മനുഷ്യന്റെയും താല്പര്യത്തിൽപ്പെട്ടതാണ് സമ്പത്തിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. സമ്പത്തിനെ ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യപ്രകൃതമല്ല. മനുഷ്യന് സ്വാഭാവികമായും സമ്പത്തിനോട് താല്പര്യമുണ്ടാകും. പക്ഷേ തനിക്ക് താല്പര്യമുള്ള ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരുവൻ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും കണക്കൊന്നും കിട്ടിയിട്ട് ഇതാ പ്രതിഫലം അപ്പം തന്നെ നൽകുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു പരലോകത്ത് നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസത്തിന്റെ തെളിവാണ് അവൻ സദഖ കൊടുക്കുന്നു എന്നുള്ളത്. കാരണം അള്ളാഹു നൽകുമെന്നുള്ള വിശ്വാസം അവനുണ്ട്. അതിന്റെ തെളിവാണെന്നാണ് പറയുന്നത്. ഒരാളുടെ ഈമാനിന്റെ തെളിവാണ്. അസ്സദഖത്തു ബുർഹാനുൽ ഈമാനി, ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ തെളിവാണ്. കാരണം അള്ളാഹു നൽകും. അതറിഞ്ഞിട്ടാണ് ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ ഒരു പേടിയില്ലാതെ ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതല്ലെങ്കിൽ പാഴായി പോകുന്നതല്ല. ഇഖ്ലാസോട് കൂടി ആളുകളെ കാണിക്കാതെ റബ്ബിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിച്ച് ഒരാൾ സദഖ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബുർഹാനാണ്. അല്ല, എനിക്ക് 10 ലക്ഷം സമ്പാദ്യം കിട്ടുമ്പോൾ അതിന് 2.5% കൊടുക്കണം. 10 ലക്ഷം മിച്ചം വന്നു കഴിഞ്ഞാൽ 2% കൊടുക്കണം. അത് അത്രയും നമ്മൾ കൊടുക്കാൻ തയ്യാറാകാൻ, അല്ലെ? അത്രയും കൊടുക്കാൻ ഒരാൾ തയ്യാറാകാണ്. 25,000 രൂപ അയാൾക്ക് കൊടുക്കേണ്ടി വരും 2% പറയുമ്പോൾ. അപ്പൊ 25,000 കൊടുക്കാൻ അയാൾ തയ്യാറാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമത്. അള്ളാഹു അതിന് പകരം നൽകുന്നതാണ്. അതുകൊണ്ട് അത്തരം കൊടുക്കലുകൾ, അതിന് പുറമെ ഐച്ഛികമായ ആളുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബുർഹാൻ, ഒരാളുടെ ഈമാനിന്റെ തെളിവാണ്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു അത് മറ്റൊരു കാര്യത്തിന് തെളിവാണ്. പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല
അവന്റെ സമ്പത്തിനെ വിചാരണ ചെയ്യുന്ന സമയത്തും ഈ സ്വതക്കകൾ അവന് എന്തായിട്ടുണ്ടാകും? ഈ സ്വതക്കകൾ അവന് തെളിവായിട്ട് അവിടെ ഉണ്ടാകും. അവന് സാക്ഷി പറയുന്ന തെളിവുകളായി അവന് മാറും അവന്റെ സ്വതക്കകൾ. ഇങ്ങനെയും കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കുക. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം പറയാൻ കമാ അന്നഹ ഹുജ്ജത്തുൽ ലിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലും അവന് തെളിവാണ്. ഇദാ സുഇല അൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, മിൻ ഐന ഇക്തസബ്തഹു വഫീമ അൻഫഖ്തഹു, എവിടെ നിന്നാണ് അത് ചെലവഴിച്ചത്, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടെയാണ് നീ ചെലവഴിച്ചത്? വല്ലാഹി ലൗ റിയാൽ, അള്ളാഹുവാണ്, ഒരു റിയാലാണെങ്കിലും ശരി, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി എവിടെ നിന്ന് നീ ഉണ്ടാക്കി എന്ന് ചോദിക്കും, എവിടെ നീ ചെലവഴിച്ചു എന്ന് ചോദിക്കും. ഈ സദഖകൾ അത് നല്ല നിലക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അത് നിനക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളത് അദ്ദേഹം പറയാൻ. പിന്നീട് പറയുന്നു വസ്സബ്റു ദിയാഉൻ, സബർ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത് ദിയാഉൻ എന്നാണ് പറഞ്ഞത്. ദിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രകാശമാണ്. പക്ഷേ ഈ പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതല്പം ചൂടുള്ള പ്രകാശമാണ്. അത് സബറിനോടൊപ്പമാണ് പറഞ്ഞത്. സബർ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് ദിയാഉൻ എന്നാണ് പറഞ്ഞത്. സബർ അതല്പം പ്രയാസമുള്ള കാര്യമാണ്, അത്ര എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം സബർ 3 തരത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ 3 തരത്തിലുള്ള സബർ നമുക്ക് വേണം അടിയുറച്ചു നിൽക്കണമെങ്കിൽ. ഏതൊക്കെയാണ് 3 സബറുകൾ? ഒന്ന് അസ്സബ്റു അലാ തആത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കർമ്മങ്ങൾ, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ക്ഷമയോടെ പിടിച്ചു കെട്ടണം. സബറിന്റെ ഒരു വാക്ക് തന്നെ ഹബ്സ് എന്നാണ്, പിടിച്ചു കെട്ടുക എന്നുള്ളതാണ്. 2 അസ്സബ്റു അൻ മഅസിയത്തില്ലാ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും ദേഹേച്ഛകളെ പിടിച്ചു കെട്ടണം, ശരീരാവയവങ്ങളെ പിടിച്ചു കെട്ടണം. 3 അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ തരും. അള്ളാഹുവിന്റെ ഖദറിൽ ഖൈറും ഷർറും ഒക്കെ ഉണ്ടാകും നമുക്ക്. അപ്പം അതിൽ അള്ളാഹു തആലയോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പൊറുതികേട് കാണിക്കാൻ പാടില്ല. ക്ഷമയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? അത് സഹോദരങ്ങളെ അതൃപ്തി ഇല്ലാതെ നമ്മൾ ചെയ്യണം. അതിൽ ഏറ്റവും പൂർത്തിയായത് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഒരാൾക്ക് തൃപ്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിലൊരു വെറുപ്പോ പൊറുതികേടോ ഒരാൾക്ക് അവരുടെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം സബറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ വസ്സബ്റു ദിയാഉൻ, അത് എന്താണ്? അല്പം ചൂടുള്ളൊരു പ്രകാശം തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അസ്സബ്റു മിസ്ലു സമറ അല്ലതി ഖശ്റതുഹാ മുറ വ ലുബ്ബുഹാ മിസ്ലുൽ അസൽ. ഒരു ക്ഷമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു പഴവർഗ്ഗത്തെ പോലെ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ തൊലി അത് കയ്പുള്ളതാണ്. എന്നാൽ ആ കയ്പുള്ള തൊലി പ്രയാസം അനുഭവിച്ച് നമ്മളെ നീക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള കായ്കനി അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. അങ്ങനെയാണ് ക്ഷമയുണ്ടാകുക. ക്ഷമ നമുക്ക് ആദ്യം പ്രയാസമായിരിക്കും. പക്ഷെ ഏതൊരു കാര്യവും ക്ഷമയുടെ ആഖിബത്ത്, അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് അത് തേനിനേക്കാൾ മധുരമുള്ളതാണ് എന്നാണ് പറയുന്നത്. അത് ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, രണ്ടും അങ്ങനെയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക്, ഖുർആൻ ഒന്നുകിൽ നിനക്കുള്ള തെളിവാണ് അല്ലെങ്കിൽ നിനക്കെതിരെയുള്ള തെളിവാണ് എന്നാണ് പറയുന്നത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. പാരായണം ചെയ്യുന്ന സമയത്ത് അത് നമുക്കുള്ള തെളിവാണോ നമുക്കെതിരെയുള്ള തെളിവാണോ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം പറയാണ്, ഇദാ ഖറഅതൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഫഅദിൽ നഫ്സക അലൈഹി, നീ നിന്റെ നഫ്സിനെ അതിനോടൊന്ന് തുലനം ചെയ്യുക, അതിന്റെ മുന്നിലൊന്ന് വെക്കുക. ഫഇൻ കുൻത മിനല്ലദീന യംദഹൂന ഫീഹി ഫഹു ഹുജ്ജത്തുൽ ലക്. അല്ലാഹു തആല ഖുർആനിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. ഇന്ന ചെയ്യുന്ന ആളുകൾ റബ്ബ് ഇഷ്ടപ്പെടുന്നു, റബ്ബ് പുകഴ്ത്തുന്നു, അവർക്ക് ഇന്നാലിന്നതുണ്ട്. ആ പറയുന്ന ഗുണങ്ങൾ എന്നിലുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഫഹു ഹുജ്ജത്തുൽ ലക്, അത് നിനക്കുള്ള തെളിവായിരിക്കും. എന്നാൽ വഇൻ കുൻത മിനല്ലദീന യദുമ്മൂന ഫീ ഫഹു ഹുജ്ജത്തുൻ അലൈക്, അല്ലാഹു ആക്ഷേപിച്ച് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഖുർആനിൽ. ആ പറയുന്ന ആക്ഷേപാർഹമായ സ്വഭാവം എന്നിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് നമുക്കെതിരെയുള്ള തെളിവായിരിക്കും. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കണമെങ്കിൽ നാളെ പരലോകത്ത് ഈ ഖുർആൻ എനിക്ക് സാക്ഷി പറയുമോ, എനിക്കെതിരെ സാക്ഷി പറയുമോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുന്നവരെയും ഖുർആനിൽ അള്ളാഹു തആല പുകഴ്ത്തുന്നവരെയും കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹു പുകഴ്ത്തുന്നവരുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഖുർആൻ നമുക്ക് വേണ്ടി പറയുന്നതാണ്, സംസാരിക്കുന്നത് നമുക്ക് വേണ്ടി സാക്ഷി പറയുന്നതാണ്. അതല്ല എങ്കിൽ സഹോദരങ്ങളെ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഖുർആൻ സാക്ഷി പറയാത്ത, അല്ലെങ്കിൽ ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറയുന്ന, ഖുർആൻ മനുഷ്യർക്കെതിരെ സാക്ഷി പറയുന്നത് രണ്ടാമൊരു രൂപത്തിലാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒന്ന്, ഖുർആനിനെ പാരായണം ചെയ്യാത്ത ആളുകൾ, ഖുർആനിനെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, ഖുർആൻ അവർക്കെതിരെ സാക്ഷി പറയുമെന്നാണ്. 2, ഖുർആനിനെ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ ഖുർആനിനെ അമല് ചെയ്യുന്നില്ല,
അവൻ പാരായണം ചെയ്യുന്നുണ്ട്, അവൻ അമൽ ചെയ്യുന്നില്ല. മുൻഗാമികളിൽ നിന്നും സ്ഥിരപ്പെട്ടത് കാണാൻ സാധിക്കും. അവർ പറഞ്ഞു റുബ്ബ ഖാരിഇൻ ലിൽ ഖുർആൻ വൽ ഖുർആൻ യൽഅനു. ഖുർആൻ പാരായണം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. ഖുർആൻ ഇവൻ ഇത് പാരായണം ചെയ്യുമ്പോൾ അവൻ ശപിക്കുകയായിരിക്കും. കാരണം എന്താണ്? ഈ പാരായണം ചെയ്യുന്ന സ്വഭാവം അവനിലില്ല. ഈ പാരായണം ചെയ്യുന്നതിന് നേരെ എതിരായിട്ടായിരിക്കും അവന്റെ ജീവിതം. അതുകൊണ്ട് ഇവൻ ഇത് പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ ഒരുപക്ഷെ അവൻ ശപിക്കുകയായിരിക്കും എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹദീസായി ആളുകൾ പറയാറുണ്ട്, ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ മുൻഗാമികൾ ഇത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയുന്നത് കുല്ലുന്നാസി യഗ്ദു, കുല്ലുന്നാസി യഗ്ദു, എല്ലാവരും രാവിലെ പുറപ്പെടുന്നവരാണ്. പണ്ഡിതന്മാർ പറഞ്ഞു എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സൽക്കർമ്മങ്ങൾ പറഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് പറഞ്ഞു തന്നു, അൽഹംദുലില്ലാഹ് പറഞ്ഞു തന്നു, അതുപോലെ തന്നെ അതിനുശേഷം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തന്നു, ക്ഷമയെക്കുറിച്ച് പറഞ്ഞു തന്നു, ഇതൊക്കെ പറഞ്ഞു തന്നു. പിന്നെന്താണ് ഒരു പുറപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് പറയുന്നത്? കുല്ലുന്നാസി യഗ്ദു ഫബായിഉൻ നഫ്സ വമുതിഖുഹു, ഓരോരുത്തരും രാവിലെ പുറപ്പെട്ടു പോകുന്നുണ്ട്. അവരിൽ ചിലർ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ സ്വന്തത്തെ മോചിപ്പിക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് സഹോദരങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരുപാട് സൽക്കർമ്മങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഈ സൽക്കർമ്മങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ആ സൽക്കർമ്മങ്ങളുടെ വഴിയിൽ പോകുകയാണ് എങ്കിൽ അവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഓരോ ദിവസവും നമ്മൾ പുറപ്പെട്ടു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ ശരീരവുമായിട്ടാണ് പുറപ്പെടുന്നത്. ഇതാണ് വിൽപ്പന വസ്തു. ഈ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഈ ദിക്റുകൾ ചൊല്ലിയിട്ടും നിസ്കരിച്ചിട്ടും ക്ഷമയോടുകൂടി ജീവിച്ചിട്ടും ഒക്കെ ഇതിനെ ഒന്നുകിൽ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ ഈ ശരീരത്തിനെ വിറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദുനിയാവിനെ വാങ്ങാൻ പറ്റും. ശരീരത്തിനെ വിൽക്കണോ അതല്ല മോചിപ്പിക്കണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ താൽക്കാലികമായ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി ഈ ശരീരത്തിന് ഞാൻ വിൽക്കാനാണോ തയ്യാറാകേണ്ടത്? അതല്ല ഈ ഭൗതികമായ സൗകര്യങ്ങളും ഭൗതികമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ വിട്ടു നിന്നുകൊണ്ട് ശരീരത്തെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കുകയാണോ വേണ്ടത്? അതിനു വേണ്ടിയിട്ടാണ് അവസാനത്തിൽ ഈ ഹദീസിന്റെ ഭാഗം ഇപ്രകാരം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിക്റുകളും നിസ്കാരവും അതുപോലെ തന്നെ ക്ഷമയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് നമ്മളെ ശരീരത്തിനെ ഈ പറയുന്ന നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നരകത്തീയിൽ നിന്നും അതിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മുകളിൽ പറഞ്ഞു തന്ന ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഓരോ ദിവസവും ഈ വഴിയിലേക്ക് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവന്റെ ശരീരത്തെ ഇതുകൊണ്ട് ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് മോചിപ്പിച്ചെടുക്കട്ടെ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.